നമ്മളെ മലയാളികൾ ഇത്രത്തോളം ഒരു നന്ദിയില്ലാത്തവരായി പോയല്ലോ എന്ന് ഞാൻ വളരെ ദുഃഖത്തോടെ ഞാൻ പറയണം. കാര്യം ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഇടതുപക്ഷം അങ്ങ് നശിച്ചു പോയി, ഇടതുപക്ഷം ഇനി ഇല്ല. പ്രിയ സുഹൃത്തെ, ഒറ്റയ്ക്ക് നിന്ന് 60ഓളം സ്ഥലത്ത് CPM ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പറഞ്ഞ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? സമ്മതിച്ചോ മഞ്ജുഷ് തോറ്റെന്ന് സമ്മതിച്ചിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുകുത്തി നാട്ടണത്? ഇതിന് കാരണഭൂതൻ, ഈ തോൽവിക്ക് കാരണഭൂതൻ മറ്റ് ആരുമല്ല, പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം തന്നെ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണിത്. സംശയമില്ലല്ലോ ഇക്കാര്യം? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും സംശയമില്ല. കാരണം മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി. എനിക്കല്ലേ അബദ്ധം പറ്റിയത്? ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. അതിന്റെ പ്രചരണത്തിലെ ഒരേ ഒരു സ്റ്റാർ ക്യാമ്പയിനർ CPM-ന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം മാത്രമായിരുന്നു. എന്റെ എല്ലാ മാനവും പോയി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്നു നിൽക്കുന്ന ഹോർഡിങ്ങുകൾ കാണുമ്പോൾ ഇപ്പൊ നമുക്ക് ചിരി വരുന്നത്. ഇനി ഇതാരാണ് ഇതൊക്കെ എടുത്ത് മാറ്റാൻ പോകുന്നത്, മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ജനാധിപത്യ സ്വഭാവവും ആ ഹോർഡിങ്ങിലെ സന്ദേശങ്ങളിൽ ഇല്ലാതെ ഒരു വ്യക്തി മാത്രമാണ് കേരളത്തിലുള്ള എല്ലാ നേട്ടങ്ങളും സമ്പാദിച്ചത്, അത് നമുക്ക് സമ്മാനിച്ചത് എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫുൾ ഫിഗർ എന്നത് മാത്രമാണ് ഇവിടെ നമ്മൾ ഈ ഹോർഡിങ്ങുകളിലെല്ലാം തന്നെ കണ്ടത്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ഈ ഭരണം കയ്യിലുള്ളപ്പോഴേ പാർട്ടിയെ വളർത്താൻ പറ്റും, അല്ലാതെ ഭരണം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് പറയില്ല. പക്ഷെ ആ ജനാധിപത്യ സ്വഭാവം ഇല്ലാതെ മുഖ്യമന്ത്രി മാത്രമാണ് ഈ എല്ലാവിധത്തിലുള്ള നേട്ടത്തിനും കാരണഭൂതൻ എന്ന മട്ടിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിച്ചു. നമ്മുടെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല, എന്താണെന്നറിയില്ല, അതങ്ങനെ കണ്ടാൽ മതി. നമ്മളത് ആഗോള അയ്യപ്പ സംഗമത്തിലും കണ്ടതാണ്. അയ്യപ്പന്റെ പടം വളരെ ചെറുതായിട്ട് അതിൽ കൊടുത്തിട്ട് പിണറായി വിജയന്റെ തലയാണ് അതിൽ വലുതായിട്ട് കൊടുത്തത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? വീട്ടിലൊന്നും വലിയ വിലയില്ലാന്നേ. അപ്പൊ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. അതിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി കിട്ടി. അതിനുശേഷവും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് അത് ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ധാർഷ്ട്യം നിറഞ്ഞ ഒരു ബോഡി ലാംഗ്വേജ് ആണ് ശ്രീ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വല്ലാത്തൊരു ഭാഷക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. ഇവിടെ ഞാൻ വളരെ ദുഃഖത്തോടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മറ്റ് പാർട്ടിയുടെ പ്രതിനിധികൾക്കും മഞ്ജുഷിനോടൊപ്പം നമ്മളെ മലയാളികൾ ഇത്രത്തോളം ഒരു നന്ദിയില്ലാത്തവരായി പോയല്ലോ എന്ന് ഞാൻ വളരെ ദുഃഖത്തോടെ ഞാൻ പറയണം. കാര്യം അങ്ങനെയാണല്ലേ? അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. കാര്യം 10 വർഷം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്യപൂർവമായ വികസനങ്ങൾ കാഴ്ചവെച്ച ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞു പോയത്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. താങ്കൾ MM മണിക്ക് പഠിക്കുക? അല്ല, ഞാൻ MM മണിക്ക് സാർ, അത് ഞാനത് ചില നഗ്ന സത്യങ്ങൾ പറയുമ്പോൾ അങ്ങേക്ക് കൊള്ളും സാർ. നിന്റെ ആ ടെക്നിക്ക് നന്നായിട്ടുണ്ട്. സാധ്യമാണെന്ന് പറഞ്ഞ പല പ്രൊജക്ടുകളും ഇച്ഛാശക്തിയുടെയും അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധത്തിന്റെയും ഫലമായി അദ്ദേഹം നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇപ്പൊ കറക്റ്റാണല്ലേ? പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. ഉമ്മൻചാണ്ടി സർക്കാർ കൃത്യമായി കൊടുക്കാതെ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയ സമയത്ത് 600 രൂപ, ആ 600 2000 രൂപ. ഞാൻ പറയട്ടെ, അതായത് നിങ്ങൾ നൽകുന്ന എന്തോ ഒരു ഔദാര്യമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് CPM-ന്റെ നേതാക്കൾ പോലും നടത്തിയിരുന്നത്. അന്നേ ഞാൻ പറഞ്ഞതാ. അമ്മായി ദയവ് ഫ്ലാഷ് ബാക്ക് പറഞ്ഞു നാറ്റിക്കരുത്. ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഇടതുപക്ഷം അങ്ങ് നശിച്ചു പോയി, ഇടതുപക്ഷം ഇനി ഇല്ല. പ്രിയ സുഹൃത്തെ, ഒറ്റയ്ക്ക് നിന്ന് 60ഓളം സ്ഥലത്ത് CPM ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 60ഓളം സ്ഥലത്ത് ആരുടെ സഹായം ഇല്ലാതെ. അതെവിടെയാണ്? 60ഓളം അത് പരിശോധിച്ചാൽ കിട്ടും. 60ഓളം കിട്ടും. ഇവനല്ലേ പോകുന്നത്. ഇനിയിപ്പോ അങ്ങോട്ടറിയ എന്താണ് നടക്കാൻ പോകുന്നത്. ഒരു വിവരമില്ല. അദ്ദേഹം പറയുന്നത് ജനങ്ങൾ ഉദാസീനതയോട് കൂടിയാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നാണ്. ലാഘവത്തോടു കൂടി ചെയ്തു. കാരണം 10 വർഷം ഇവർ ഭരിച്ചില്ലേ, ഇനി 5 വർഷം അവർ ഭരിക്കട്ടെ എന്ന രീതിയിൽ ലാഘവത്തോടെ കണ്ടു, അരാഷ്ട്രീയമായി കണ്ടു എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ പറയാൻ സമ്മതിച്ചോ മഞ്ജുഷ്? തോറ്റെന്ന് സമ്മതിച്ചിട്ടുണ്ടോ? സ്വരാജ് ഇല്ല, തളരൂല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല.
ഇരട്ടച്ചങ്കൻ പിണറായി പറഞ്ഞതുപോലെ ഇനി വരുന്ന മുഖ്യമന്ത്രി കോൺഗ്രസ് താങ്കൾ ഇനി പറയാൻ പിണറായി കഴിയുമോ? വിജയനെ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിക്കരുത്. കഴിയില്ല. അത് അദ്ദേഹത്തിന് പോലും അതിനി ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. വെറുതെ ഓരോ പടങ്ങളും കണ്ടിട്ട് വന്ന് അടിച്ചു വിടുക നിങ്ങൾ. സത്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നന്ദിയില്ലാത്തവന്മാരെ എന്നുള്ള വിളിയാണ്. അല്പം മുമ്പ് നമ്മുടെ ചർച്ചയിൽ ശ്രീ നസീർ പറഞ്ഞതുപോലെ തന്നെ വോട്ട് കിട്ടാത്ത അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്ത ആൾക്കാരെ നന്ദിയില്ലാത്തവരെ എന്ന് വിളിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നന്നായി കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഒരു കാര്യത്തിൽ എന്തൊരു രാഷ്ട്രീയത്തിനെ പറ്റി കേരളത്തിൽ സംസാരിക്കുന്ന സമയത്തും ശ്രീ സ്വരാജ് ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും പറയുന്നത് കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആൾക്കാരാണെന്ന്. അപ്പൊ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് അവർക്ക് കഴിയും. ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. അങ്ങനെ കഴിയുന്നത് കൊണ്ടാണല്ലോ അവരെ പ്രബുദ്ധത എന്ന് വിളിക്കുന്നത്, അല്ലാതെ അടിമത്തമല്ലല്ലോ ഈ പ്രബുദ്ധത എന്ന് പറയുന്നത്. അപ്പോൾ അവർ 10 വർഷത്തെ ഭരണം കണ്ടു, ഇനി ആ ഭരണം ഞങ്ങൾ അർഹിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ ആ ഭരണം അർഹിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവരൊരു ഓവർവെൽമിംഗ് മെജോറിറ്റിയാണ് UDF-ന് കൊടുക്കുന്നത്. മുമ്പ് UDF-ന് കിട്ടാത്ത തരത്തിലുള്ള ഒരു മെജോറിറ്റി. അങ്ങനെ മെജോറിറ്റി അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ജനഹിതം, പീപ്പിൾസ് മാൻഡേറ്റ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിനെ സർവാത്മന 2 കൈ കൊണ്ട് സ്വീകരിക്കുക. കാലം മാറി സഖാവേ, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇങ്ങനെ തടസ്സം നിൽക്കുന്നതാ കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ ശാപം. ഞങ്ങളുടെ ഭാഗത്ത് വന്നിരിക്കുന്ന വീഴ്ചകൾ എന്താണ് എന്ന് ഞങ്ങൾ പഠിക്കും, തിരുത്തും എന്ന് പറയുക. അതല്ലാതെ ഈ പരാജയം അനർഹമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ, ആകെ അബദ്ധമായി. നെക്ക് ടു നെക്ക് ഫൈറ്റിൽ 71 സീറ്റ് അല്ലെങ്കിൽ 72 സീറ്റ് ഒരാൾക്ക് കിട്ടുകയും ക്ലോസ് ഫൈറ്റിൽ 68 സീറ്റ് വരെയൊക്കെ തന്നെ LDF വരികയും ചെയ്യുകയായിരുന്നെങ്കിൽ അനർഹമായ പരാജയം എന്നൊക്കെ പറയാം. പക്ഷെ കഴിഞ്ഞ തവണ UDF-ന് കിട്ടിയിരിക്കുന്ന അത്രയും LDF-ന്റെ മുന്നണിക്ക് ഇത്തവണ കിട്ടിയിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഇവരിവിടെ BJP-യുടെ അക്കൗണ്ട് തുറക്കിപ്പിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം BJP-ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 സീറ്റ് കിട്ടിയിരിക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കുക. പിന്നെ മുസ്ലിം ലീഗുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1-2 സീറ്റുകൾ മാത്രമാണ് CPM-ന് കൂടുതലായിട്ടുള്ളത് എന്നതിനെ പറ്റി ആലോചിച്ച് നോക്കുക. അപ്പൊ ആൾക്കാർ ഇവിടെ തൂത്തെറിയുകയാണ് ചെയ്തത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അപ്പൊ തൂത്തെറിഞ്ഞ രീതിയിലത്തേക്കുള്ള ഒരു പരാജയം വരുമ്പോൾ അതെങ്ങനെയാണ് അനർഹമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അർഹിച്ചതാണ്, ചോദിച്ചു മേടിച്ചതാ സാറേ. എന്നിട്ട് അങ്ങനെയുള്ള ഒരു പ്രസ്താവന പറയുന്ന സമയത്ത് നമ്മളിവിടെ വലിയ വികസനം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 4 ആഴ്ച ഇവർ പറഞ്ഞിരുന്നത് മുഴുവൻ ഈ വികസനത്തിനെ കുറിച്ചല്ലേ. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ സർക്കാരിന് വീണ്ടും ഇച്ഛാശക്തി ഉണ്ട് എന്ന് ശ്രീ നസീറിനെ പോലുള്ള ആൾക്കാരും ഞങ്ങൾ അർഹിച്ചിരുന്ന പരാജയം അതല്ല ഇതെന്ന് ശ്രീ സ്വരാജിനെ പോലുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ട് ഇനിയും പിണറായി വിജയനെ സോപ്പിട്ടത് കൊണ്ട് എന്ത് കാര്യമാണ്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ മലയാളികളുടെ പ്രബുദ്ധത പറഞ്ഞത് മലയാളികളെ കളിയാക്കരുത്. നിങ്ങളിപ്പോ പാലക്കാടിന്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ കരുനാഗപ്പള്ളിയുടെ കാര്യം പറയാമല്ലോ. കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ വർഷം CR മഹേഷിന് എത്ര വോട്ടുണ്ടായിരുന്നു? 55% വോട്ടായിരുന്നു. ഇപ്രാവശ്യം 47% വോട്ടായി കുറഞ്ഞു. ആ വോട്ട് എവിടെ പോയി? ആ വോട്ട് എങ്ങോട്ടാ പോയത്? എവിടെ പോണു? വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് അതിന് ഉത്തരവുണ്ടോ? അപ്പൊ അതുപോലെ വോട്ട് മൊത്തമായിട്ട് കുറഞ്ഞത് മറന്നുപോയോ? അല്ല, അതെന്തുകൊണ്ട് CR മഹേഷിന് വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു? അല്ല, CR മഹേഷ് നിങ്ങളെ ഏറ്റവും അപ്പൊ അവിടെ SIR ആയി. തനി രാഷ്ട്രീയക്കാരന്റെ അഭിനയം ഉണ്ടല്ലോ, അത് എന്റെ മുമ്പിൽ വേണ്ട. BJP ജയിക്കുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കുക. 10,000 വോട്ട് കുറഞ്ഞു CR മഹേഷിന്. എങ്ങനെ കുറഞ്ഞു? അതെങ്ങോട്ട് പോയി? അപ്പൊ അത് BJP-യിലേക്കാണ് വന്നത്. അപ്പൊ അതുപോലെ തന്നെ അവിടുത്തെ CPM-ന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 64,000 55 9,000 വോട്ട് അതങ്ങോട്ട് പോയി. അത് BJP-യിലും. അപ്പൊ ഈ BJP-യിലേക്ക് വരുന്ന വോട്ട് എന്തെങ്കിലും ഡീലിന്റെ പുറത്തല്ല, അത് കാൻഡിഡേറ്റ്, അവിടുത്തെ സാഹചര്യം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ BJP ജയിക്കുമ്പോൾ മാത്രം ഡീൽ കേട്ട് ഞാൻ മടുത്തു. CPM പറയും കോൺഗ്രസിന് ഡീൽ, കോൺഗ്രസ് പറയും CPM-ന്റെ ഡീൽ. അതിനെ നിർത്തുക. ഈ ജനങ്ങൾ, നിങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞത് MM മണി ശൈലി, ആ ശൈലിയുടെ വേറൊരു പോളിഷ്ഡ് രീതി തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഇനി വരുന്ന കേരളത്തിൽ ഈ കാരണം കൊണ്ടൊന്നും നിൽക്കത്തില്ല. ഈ കാരണങ്ങൾ കൊണ്ടും നിൽക്കത്തില്ല. ഞാൻ അതാ പറഞ്ഞു വന്നത്. നിങ്ങൾ പുതിയ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിക്കുക.